മധ്യപ്രദേശിലെ ഷാജാപൂരിലെ നിപാനിയ ബായ്ജ്നാഥ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ആ വില്ലേജിലത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ട് ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ തുടങ്ങും. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 1, 2021. ആ നാട്ടിൽ നിന്ന് പുറം നാട്ടിൽ പണിക്ക് പോയ 2 ആളുകൾ തങ്ങളുടെ ഗ്രാമത്തിലോട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ടാവും. ആ ഗ്രാമമൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരിങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു വീട്ടിലെ ഡോറ് അടച്ചിട്ടില്ല. ഈ ഒരു സമയത്തും ആളുകൾ എന്താണ് ഡോർ അടക്കാത്തത് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവർ അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നി. അങ്ങനെ ജസ്റ്റ് അവിടെ എന്താണെന്നുള്ളത് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ ഒരു വീടിൻ്റെ അവിടോട്ട് ചെല്ലുകയായിരുന്നു. അവിടെ എത്തി അവർ നോക്കിയപ്പോൾ അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അതായത് ഒരാൾ ബ്ലഡിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ അവർ നൈബേഴ്സിനെയും മറ്റുമൊക്കെ വിവരം അറിയിച്ചു. നൈബേഴ്സ് എല്ലാവരും അവിടെ ഓടിക്കൂടി, ആളുകൾ കൂടി, അതേപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്തോട്ടെത്തി ക്രൈം സീനും മറ്റുമൊക്കെ സെക്യൂർ ചെയ്തു. അപ്പോൾ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് നൂർ മുഹമ്മദ് എന്നായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് നടന്ന ദിവസം നൂർ മുഹമ്മദ് ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആളുടെ വൈഫും കുട്ടികളും വൈഫിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോയേക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ എല്ലാവരും തന്നെ അങ്ങോട്ട് തിരിച്ചെത്തുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാരും അതേപോലെ തന്നെ ഫോറൻസിക് ടീമും എല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ തെളിവെടുപ്പുകളും മറ്റുമൊക്കെ തുടരുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി പോലുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിങ്ങായിട്ട് കഴുത്തിന്റെ ഭാഗത്ത് 16ഓളം തവണ കുത്തി പരിക്കേൽപ്പിച്ചിട്ടായിരുന്നു അയാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ നൂർ മുഹമ്മദിന് എന്താണ് സംഭവിച്ചത്? ആരാണ് ഇയാളെ കൊലപ്പെടുത്തിയത്? ഇങ്ങനെ കൊല്ലാനും മാത്രം അയാൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്? 2021 നോർത്ത് ഇന്ത്യയെ തന്നെ നടുക്കിയ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസുകാരെത്തി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ആദ്യം തന്നെ കരുതിയത് ഒരു റോബറി അറ്റംപ്റ്റ് ആയിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസുകാർ നോക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ആളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതായത് ഈ നൂർ മുഹമ്മദ്. അതേപോലെ തന്നെ വേറെ ഡോറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ അവർ വീടിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോൾ ഒന്നും തന്നെ പോയിട്ടില്ല. അതായത് ലോക്കറുകളോ കാര്യങ്ങളൊന്നും ഫോഴ്സ്ഫുള്ളി തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അലമാര തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ വീട്ടിലുള്ള ഒന്നും തന്നെ മിസ്പ്ലേസ്ഡ് ആയിട്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഡോറിൻ്റെ അവിടെ തന്നെയായിരുന്നു ഈ നൂർ മുഹമ്മദ് കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. സോ ഇയാൾ ഡോറ് തുറന്ന അപ്പം തന്നെ അക്രമി അയാളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ റോബറി അറ്റംപ്റ്റ് അല്ല, നൂർ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ആ കൊലയാളി അങ്ങോട്ട് എത്തിയതെന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. അതേപോലെ തന്നെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് പോലീസുകാർക്ക് ഒരു ഗ്ലൗ ലഭിക്കുകയാണ്, പണിക്കാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഗ്ലൗ. അപ്പോൾ ആളുടെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഏരിയയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഗ്ലൗവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആളുടെ വൈഫും മറ്റുമൊക്കെ പറഞ്ഞു ഇല്ലില്ല, നമ്മളിവിടെ ആരും ഇങ്ങനെയുള്ള ഗ്ലൗവും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എന്തിനേറെ പറയുന്നത് ഈ വില്ലേജിൽ തന്നെ ഇത്തരത്തിലുള്ള ഗ്ലൗവും കാര്യങ്ങളും ആരും തന്നെ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് അവർ കൺഫേം ചെയ്യുകയായിരുന്നു. പോലീസുകാരങ്ങനെ നൂർ മുഹമ്മദിന് വല്ല ശത്രുക്കളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കി ആ ഒരു ആംഗിളിലും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകത്തിനെ സംബന്ധിച്ചിട്ട് പല രീതിയിലും പോലീസുകാർ അന്വേഷിച്ചിട്ടും യാതൊരു തെളിവുകളും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നൂർ മുഹമ്മദിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലായത്, ഇയാൾ ഓൾറെഡി 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാൾ താമസിക്കുന്നത് ആളുടെ 3ാമത്തെ ഭാര്യയായിട്ടുള്ള റാണിയുടെ കൂടെയാണ്. അതേപോലെ തന്നെ അതിൽ ആൾക്ക് 4 കുട്ടികളും ഉണ്ട്. ഇതിനു മുൻപത്തെ 2 ഭാര്യമാരാണോ ഇയാൾ അറ്റാക്ക് ചെയ്തത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്കും ഈ ഒരു കൊലപാതകത്തിനും തമ്മിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അടുത്തതായിട്ട് പോലീസിന് സംശയം ഉണ്ടായിരുന്നത് ആളുടെ 3ാമത്തെ വൈഫിനെ ആയിരുന്നു. അങ്ങനെ പോലീസുകാർ റാണിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അന്നത്തെ ദിവസം എവിടേക്കായിരുന്നു പോയിരുന്നത്, എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, അതേപോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിഞ്ഞത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോലീസുകാർ ഒന്നും വിടാതെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു റാണി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അതായത് അവരുടെ അനിയത്തിക്ക് ഒരു കുഞ്ഞ് പിറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആളും ആളുടെ മക്കളും പോയതാണ്. നൂർ മുഹമ്മദിന് അന്നത്തെ ദിവസം വീട്ടിലോട്ട് വരാനായിട്ട് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആൾ വരാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെയായിരുന്നു ഈ റാണിയും മക്കളും കൂടെയും തൻ്റെ വീട്ടിലോട്ട് പോയത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കോള് വരുന്നതും അതേപോലെ തന്നെ ആൾ മരിച്ചു എന്നുള്ള വിവരം ഇവരറിയുന്നതും. അങ്ങനെ പോലീസുകാർ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫോൺ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണെന്ന് മനസ്സിലാവുകയാണ്. എന്നാലും പോലീസുകാർ നാട്ടിൽ വീണ്ടും അന്വേഷിക്കുകയാണ് ഈ ഒരു റാണിയെ കുറിച്ചും കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, റാണിക്ക് ആ നാട്ടിൽ ഷാറൂഖ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ഒരു ബന്ധമുണ്ട്. അവർ സ്ഥിരമായിട്ട് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ പോലീസുകാർ നേരെ ഈ ഒരു ഷാറൂഖിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ഷാറൂഖ് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും റാണിയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അല്ലാതെ ഞങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതായിരുന്നു. പോലീസുകാർ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവുകയായിരുന്നു. അങ്ങനെ അതും ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു നൂർ മുഹമ്മദിന്റെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾ വേറൊരാളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ എൻഡിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂർ മുഹമ്മദിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആൾ ജയിലിൽ പോവുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആൾക്ക് എന്തെങ്കിലും പകയുണ്ടായിട്ട് ഇയാളെ അറ്റാക്ക് ചെയ്തതാണോ എന്നുള്ളൊരു രീതിയിലും പോലീസിന് സംശയം തോന്നുകയാണ്. അങ്ങനെ അയാളെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നാൽ പോലീസിന് നൂർ മുഹമ്മദിനെയും അയാളെയും കണക്ട് ചെയ്യുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു നൂർ മുഹമ്മദിന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. എന്നാലും പോലീസിന് ഒരു ലീഡും ലഭിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു കേസ് എവിടെ എത്താതിരിക്കുന്ന സമയത്താണ് പോലീസിന് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂർ മുഹമ്മദിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന ആളുകളുടെയും ലിസ്റ്റ് എടുത്തു. അതായത് അവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സിനോടും ബാക്കിയുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് അവിടെ വന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. എന്നിട്ട് ഇയാളുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പുള്ള ആരെങ്കിലും ആൾ മരിച്ചിട്ട് വരാതിരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പോലീസുകാർ ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു. ആ ഒരു കൊലപാതകത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട് തന്നെ നടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ ആ ഒരു എന്താ പറയുക ചടങ്ങിനും മറ്റുമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രാമത്തിലുള്ള ഒരുപാടധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിൽ ആളുടെ വൈഫിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അവരെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ ഒരു പരിപാടിയിൽ ഒരാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുഹൈൽ പത്താൻ എന്നായിരുന്നു ആളുടെ പേര്. ഈ ഒരു സുഹൈൽ പത്താൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റാണിയുടെ അനിയത്തിയായിട്ടുള്ള സെറീൻ ഖാന്റെ ഭർത്താവായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഈ ഒരു നൂർ മുഹമ്മദിന്റെ വീടും ഫംഗ്ഷൻ നടന്ന സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 30 കിലോമീറ്റർ ആണ്. എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു 3/4 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ആളുടെ കുട്ടി ജനിച്ചതിന്റെ ഫംഗ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂടി ഈ സുഹൈലിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്താമായിരുന്നു. അതായത് ആ ചടങ്ങ് നടന്ന ആ ഒരു ദിവസത്തെ എത്തിയില്ലാന്നുണ്ടെങ്കിലും അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എത്തായിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തപ്പോൾ പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു സുഹൈൽ പത്താനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. ആ ഒരു സമയത്ത് നീ എവിടെയായിരുന്നു, എന്തൊക്കെയായിരുന്നു പരിപാടി, അതേപോലെ തന്നെ എന്താണ് ചടങ്ങിന് വരാത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സുഹൈലിൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് ആളെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാർ ആളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ ആൾ പതറുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ ആകെപ്പാട് ആൾക്കൊരു ഭയമുള്ളത് പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ എന്തൊക്കെയോ പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള മറുപടിയും ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ആളുടെ മേൽ പോലീസിന് നല്ല രീതിയിൽ സംശയം ഉണ്ടാവുകയാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു സുഹൈൽ പത്താനെ പോലീസുകാർ വിളിപ്പിക്കുകയാണ്. ഇത്തവണ ക്വസ്റ്റ്യൻ ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു. അവർ ഇയാളുടെ അടുത്ത് പറഞ്ഞു, നീയാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നുള്ളത് ഓൾറെഡി ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അടുത്ത് എല്ലാ എവിഡൻസും ഉണ്ട്. നീയായിട്ടത് പറഞ്ഞ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷയിലൊക്കെ ഇളവ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നീ പെടും എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു സുഹൈൽ പത്താൻ ആകെപ്പാടെ പതറുകയായിരുന്നു. അവസാനം ആള് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. യെസ്, അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് സുഹൈൽ അതിൽ ലോക്കാവുകയാണ്. അതേപോലെ തന്നെ ആള് സ്റ്റോറി പറയാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു നൂർ മുഹമ്മദിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി 2 വിവാഹമൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഗംഗാപൂർ വെച്ചിങ്ങായിട്ട് ഈ ഒരു റാണിയെ കാണുന്നത്. അതിനുശേഷമാണ് റാണിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം നൂർ മുഹമ്മദ് ഈ ഒരു റാണിയുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ആള് ട്രക്ക് ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇടക്കിടക്ക് ലോങ് ഡ്രൈവിനും കാര്യങ്ങൾക്കൊക്കെ പോകും. അല്ലാത്ത സമയത്ത് ആൾ വീട്ടിലുണ്ടാവും. അതേ വീട്ടിൽ തന്നെയായിരുന്നു ഈ ഒരു റാണിയുടെ അനിയത്തിയായിട്ടുള്ള സെറീനും താമസിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് നാളുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സെറീന് വിവാഹപ്രായമായി. അങ്ങനെ വിവാഹാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അവസാനം ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. സുഹൈൽ പത്താനുമായിട്ടായിരുന്നു ആ ഒരു കല്യാണം ഉറപ്പിച്ചത്. അങ്ങനെ നവംബർ 30, 2020 സുഹൈൽ പത്താന്റെയും സെറീൻ ഖാന്റെയും കല്യാണം കഴിയുകയാണ്. അതിനുശേഷം അവരുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവരുടെ ആനിവേഴ്സറി വരികയാണ്. അതായത് നൂർ മുഹമ്മദിൻ്റെയും അതേപോലെ തന്നെ റാണിയുടെയും. അപ്പോൾ വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സുഹൈൽ ഈ നൂർ മുഹമ്മദിനെ വിളിക്കുകയാണ്. എന്നിട്ട് വിഷ് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നാൽ അതിനുശേഷം ഈ നൂർ മുഹമ്മദ് കുറച്ച് കാര്യങ്ങൾ സുഹൈലിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നീ നിന്റെ ഭാര്യയായിട്ട് വല്ലാണ്ട് അടുക്കണ്ട, ഞങ്ങൾ ഓൾറെഡി പ്രണയത്തിലായിരുന്നു, കൂടുതൽ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുന്നുള്ളൊരു തരത്തിൽ നൂർ മുഹമ്മദ് ഈ ഒരു സുഹൈലിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു കോള് കേട്ടിട്ട് ആള് ആകെപ്പാടെ ഷോക്കായി പോവാണ്. ആൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല.
അവസാനം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആള് വൈഫിൻ്റെ അടുത്ത് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു സെറീൻ്റെ അടുത്ത് സുഹൈൽ കാര്യങ്ങൾ ചോദിച്ചു. ഇതേപോലെ തന്നെ ഞാൻ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ ഒരു സെറീൻ പറഞ്ഞു, നമ്മളുടെ കല്യാണത്തിന് മുൻപ് ഞാനും ആളും തമ്മിൽ ചെറിയൊരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ വിവാഹം കഴിഞ്ഞല്ലോ, പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങിയല്ലോ, എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൻ്റെ ചാബല്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആ ഒരു വീട്ടിൽ ഒറ്റക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിലൊന്നും തന്നെ ഇല്ല, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, എന്തായാലും നീ വിട്ടുകള എന്നുള്ള ഒരു രീതിയിൽ സുഹൈലിൻ്റെ അടുത്ത് സെറീൻ ഖാൻ പറയുകയാണ്. സുഹൈൽ ആന്ന് പറയുകയും ചെയ്തു. പിന്നീട് ആ ഒരു കാര്യം ആള് വിട്ട് കളഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സെറീൻ ഖാൻ പ്രഗ്നൻ്റ് ആകുന്നത്. ആ ടൈമിൽ സുഹൈലിന് ഒരു സൈഡിൽ ഭയങ്കര സന്തോഷവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു സൈഡിൽ ഒരു പേടിയും ഒരു ദേഷ്യവും വേറൊരു തരത്തിലൊരു വികാരവും ഉണ്ടായിരുന്നു. അതായത് തൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നൂർ മുഹമ്മദ് തന്നെ അറ്റാക്ക് ചെയ്യുമോ, തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ആളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ അയാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ടും ആളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതായത് നൂർ മുഹമ്മദിനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം, ആളെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ്, എന്നെയും എൻ്റെ വൈഫിനെയും കുട്ടിനൊന്നും ആൾ മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളൊരു തോട്ടൊക്കെ ആളുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അയാൾ പ്ലാൻ ചെയ്യാനും തുടങ്ങി. സുഹൈലിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ താൻ എന്തായാലും നൂർ മുഹമ്മദിനെ കൊല്ലും, പെൺകുഞ്ഞാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ നൂർ മുഹമ്മദിനെ കൊല്ലില്ല. അങ്ങനെ ആൾ തീരുമാനിക്കാനായിട്ടുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ തന്നെ വീടിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കിക്കോളും, അല്ലാതെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തൻ്റെ ഭാര്യയ്ക്ക്. അല്ല, ഒരു പെൺകുട്ടിയാണ്, ആ ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് താൻ ഇത്തരത്തിലുള്ളൊരു കൊലപാതകമൊക്കെ നടത്തിയിട്ട് ജയിലിൽ പോകാന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം കൂടെ അവതാളത്തിലാവും. സോ അത് പറ്റില്ല. അപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ താൻ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെറീൻ ഖാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. ഇതിനിടയിൽ നൂർ മുഹമ്മദിനെ എങ്ങനെ കൊല്ലണം, പോലീസ് പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതേപോലെ തന്നെ ടെക്നിക്കലി അവരെങ്ങനെയാണ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, തെളിവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറച്ചു വെക്കാനായിട്ട് പറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇയാൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ദിവസവും ആൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ഈ ഒരു നൂർ മുഹമ്മദ് എന്തായാലും തന്നെ വീട്ടിലോട്ട് വരും എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ആളുണ്ടായിരുന്നത്. അതായത് ഈ റാണിയുടെ അനിയത്തിയാണല്ലോ ഈ ആളുടെ ഭാര്യയായിട്ടുള്ള സെറീൻ ഖാൻ. സോ എന്തായാലും ഈ ഒരു റാണിയുടെ ഫാമിലി ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഈ ഒരു നൂർ മുഹമ്മദും കൂടെ വരും. ആ ഒരു ടൈമിൽ തന്ത്രപരമായിട്ട് ആളെ ഇല്ലാതാക്കാം എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്ലാനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആൾ പ്രതീക്ഷിച്ചതുപോലെ അന്ന് നടന്നില്ല. അതായത് ആ ചടങ്ങ് നടക്കുന്ന ദിവസം ഈ നൂർ മുഹമ്മദ് വന്നില്ല. ആളുടെ വൈഫും കുട്ടികളും മാത്രമായിരുന്നു ചടങ്ങിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരെ കൂടെ നൂർ മുഹമ്മദ് വരാത്തത് കൊണ്ട് തൻ്റെ പ്ലാൻ പാളിപ്പോയല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആൾ ഇരുന്നിരുന്നത്. അങ്ങനെ ആൾ കൂടുതലായിട്ട് ചിന്തിക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോഴാണ് ആൾക്കാർ ഒരു ഐഡിയ വരുന്നത്, നൂർ മുഹമ്മദ് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോൾ നൂർ മുഹമ്മദ് ആളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് എന്തായാലും ഒറ്റയ്ക്കായിരിക്കും. അതേപോലെ തന്നെ ചുറ്റുള്ള വീടുകളിലൊന്നും വലിയ നോട്ടുണ്ടാവില്ല. സോ അങ്ങോട്ട് പോയിട്ട് അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് ഇയാൾക്ക് വരികയാണ്. അങ്ങനെ ഒരു ബൈക്കിൽ ആളുടെ ഒരു സുഹൃത്തിനെയും വിളിച്ചിട്ട് നേരെ നൂർ മുഹമ്മദിന്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നൂർ മുഹമ്മദിന്റെ വീട്ടിലോട്ട് എത്തി. എന്നിട്ട് ഡോർ തട്ടി. ഒരു 8 മണി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളെ നന്നായിട്ട് നൂർ മുഹമ്മദിനെ അറിയാം, സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ നൂർ മുഹമ്മദ് എന്താ നോക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നതായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ തന്നെ ആൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് അയാളെ അറ്റാക്ക് ചെയ്യായിരുന്നു. കഴുത്തിൽ ഒരു 16 തവണ ആൾ കുത്തി ഈ ഒരു നൂർ മുഹമ്മദിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആവുകയും ചെയ്തു. അതിനുശേഷം ആള് ചോരപുരണ്ട വസ്ത്രങ്ങളും മറ്റും എല്ലാം തന്നെ കത്തിക്കുകയാണ്. അതേപോലെ തന്നെ കത്തിയും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ഫംഗ്ഷനിൽ ചെന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് നാട്ടിലൂടെ പോയ നാട്ടുകാർ ഈ ഒരു ക്രൈം സീൻ കാണുന്നതും അതേപോലെ തന്നെ ബാക്കിയുള്ള നൈബേഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നതും പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും അവസാനം പോലീസുകാർ ഇയാളെ പിടികൂടുന്നതും. അപ്പോൾ പോലീസുകാർ പിന്നീട് ആ ഒരു എന്താ പറയുക വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ക്രൈം സീനും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യിപ്പിച്ച് കാണിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇയാളെയും ഇയാളുടെ സുഹൃത്തിനെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. അതേപോലെ തന്നെ ഇയാൾ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് കൊല്ലാനായിട്ട് ഉപയോഗിച്ച കത്തിയും കൂടെ പോലീസുകാർ കണ്ടെടുക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ജയിലിലാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.